ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടമുള്ള പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളി സ്വാദിലുള്ള പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ റഫായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഒരു 9 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് എടുക്കുക. പച്ചമുളകും വറ്റൽമുളകൊക്കെ എടുക്കുമ്പോൾ എരിവിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതങ്ങനെ ഓവറായിട്ട് എരിവുള്ളതല്ല, ഒരു മീഡിയം എരിവൊക്കെയുള്ള മുളകാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഒരു 9 വറ്റൽമുളകും ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വാഴിച്ചെടുക്കണം. ഇതിലേക്ക് ബദാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ കാഷ്യൂ ചേർത്തിട്ടാണ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കാഷ്യൂ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ബദാം ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്തതിന് ശേഷം തൊലി കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 4 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയിലയുടെ തണ്ടാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഇല കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 9 വറ്റൽമുളകും അതുപോലെ തന്നെ 4 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയുടെ തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വരണം. അതുവരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അടച്ചു വെച്ചിട്ട് ഒരു 6 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തത്. ഇപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതിങ്ങനെ മധുരം മാത്രമുള്ള പനീർ ബട്ടർ മസാലയല്ല, ചെറിയൊരു എരിവ് ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും. എല്ലാം ഒരേ അളവിലുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ്. നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം, നല്ല ഫൈനായിട്ട്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ അരപ്പ് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ചൊരു ലൂസിൽ റെഡിയാക്കി എടുക്കുക. ഇത് തിളപ്പിച്ച് പനീറൊക്കെ ചേർത്ത് വരുമ്പോൾ ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും. ഇനി കടായി ചൂടാവാനായിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാതും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. ലാസ്റ്റിൽ ഇങ്ങനെ ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പനീർ ബട്ടർ മസാലയ്ക്ക്. സവാളയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടി അരച്ചെടുത്തതില്ല അത് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിന്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പാക്കറ്റിന്റെ പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി മിക്സ് ചെയ്യുക. അതിനുശേഷം അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോഴും ഈ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ കിട്ടും. ഫ്രഷ് ക്രീം ഇല്ലാന്ന് വെച്ചിട്ട് പനീർ ബട്ടർ മസാല ഉണ്ടാകാതിരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്യാം. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പനീർ ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പനീറൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തണവും മാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 1-2 മണിക്കൂർ മുമ്പൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോഴാണ് പനീർ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. തിളയ്ക്കുന്ന ഗ്രേവിയിലേക്ക് പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ചിട്ട് ചെറിയൊരു ലൂസിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഗ്രേവി തിക്കായിട്ട് വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ബട്ടർ ലാസ്റ്റിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് റിച്ച് ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ വെജിന്റെ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ. അപ്പം അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. പനീറൊന്നും പൊടിഞ്ഞു പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഗ്രേവിയൊക്കെ നല്ല അടിപൊളി സ്വാദാണ്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.